ഗോകർണം മുതലാണ് തുടങ്ങിയത് അല്ലേ? ഇപ്പോൾ ശരിക്കും എത്ര ദിവസമായി? ഇപ്പോൾ 129 ദിവസമായി അല്ലേ? ഇതിൽ ജോലിയുടെ ഇടയിൽ കുറച്ച് നാൾ മാറ്റി വെച്ചിട്ട് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് പ്രകൃതി അറിഞ്ഞുകൊണ്ടൊരു യാത്ര, ഈശ്വരനിലേക്കൊരു യാത്ര അല്ലേ? അപ്പോൾ ഗോകർണത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഏകദേശം ചിങ്ങത്തിലെ തിരുവോണത്തിന് വീട്ടിൽ നിന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി. ആ വെള്ളിയാഴ്ച ആയിരുന്നു നമ്മൾ ഓർമ്മിക്കാം, വെള്ളിയാഴ്ചയാണ് തിരുവോണമായിരുന്നത്. ഞായറാഴ്ചയാണ് നമ്മൾ ഗോകർണത്തിൽ നിന്ന് മഹാബലേശ്വരം ക്ഷേത്രത്തിന് സ്റ്റാർട്ട് ചെയ്തത്. പഴയ കേരളം എന്ന് പറഞ്ഞാൽ ഭാരതപ്രദേശം എന്ന് പറഞ്ഞാൽ ആ ഗോകർണത്തിൽ നിന്ന് തൊട്ട് കന്യാകുമാരി ശുചീന്ദ്രം വരെയാണ് പണ്ട് കാലത്ത്. ഇപ്പോൾ നമ്മൾ ഈ 108 2 ക്ഷേത്രങ്ങൾ കർണാടകയിലും ഒരു ക്ഷേത്രം കന്യാകുമാരിയിലാണ്. ഓ, പിന്നെ അവിടുന്ന് പിന്നെ നേരിട്ട് ഇവിടുന്ന് മൂകാംബികയ്ക്ക് പോകുന്നു അല്ലേ? അതായത് ആളുകളുടെ ഒരു ധാരണയിൽ ശരിക്കും മൂകാംബിക ദേവീക്ഷേത്രം എന്നുള്ളൊരു രീതിയാണ് ആളുകൾ. ഇപ്പം നമ്മൾ 108 എന്ന് പറയുമ്പോഴും ഇല്ല, അത് 108 പെടുന്നതാണ്, വളരെ ചുരുക്കം ആളുകൾക്ക് അറിയാവുള്ളൂ. അതെ. അപ്പം അങ്ങനെ ഇപ്പോൾ ചോറ്റാനിക്കര ഇതിൽ വരുമ്പോൾ നമ്മുടെ 108 ഉണ്ട്. ആൾക്കാർക്ക് അറിയില്ല. നടന്നൊരു ശിവാലയ ദർശനം നടത്തണം എന്നൊരു തോന്നലുണ്ടാവാനുള്ള സാഹചര്യം അല്ല. നമുക്ക് അനുഭവങ്ങളാണെങ്കിലും എന്ത് നമുക്ക് കിട്ടണമെങ്കിലും പ്രകൃതിയായിട്ടൊരു സഞ്ചാരം ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ മറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കണ ഈ ഓരോരോ ഉപകരണങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ആ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടേണ്ട പല കാര്യങ്ങളും ബ്ലോക്കാവും. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് അതിൻ്റെ ഒരു നിജാവസ്ഥ അറിയാമെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് നമ്മൾ കണ്ണടച്ചിരിക്കാൻ പഠിച്ചാൽ ഒരു 10 ദിവസം കൊണ്ട് അതിൻ്റെ റിയാലിറ്റി മനസ്സിലാവും നമുക്ക്. ഇപ്പോൾ പല സ്ഥലത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ കുടജാദ്രി പോകുമ്പോഴാണെങ്കിലും അത്രയും കഷ്ടപ്പെട്ട് കയറി വരെ എല്ലാവരും തയ്യാറാണ്. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോയുടെ പിന്നാലെ നടക്കും. ആ 10 മിനിറ്റ് കണ്ണടച്ചിരിക്കാനോ ഒന്ന് അവിടുത്തെ ഒരു കാറ്റും അവിടുത്തെ പ്രകൃതിയുടെ ഒരു ഇതൊന്നും അറിയാനൊന്നും ഒരാളും തയ്യാറല്ല. പക്ഷെ നമ്മൾ ഇത്രയും പാരമ്പര്യമുള്ള നമ്മൾ ചെയ്യണില്ല. പക്ഷേ ഒരു വട്ടം പോയപ്പോൾ ഒരു 10-11 പേരങ്ങളുണ്ട് വിദേശീയർ. ഇവർ വന്ന് അത്രയും സറൗണ്ട് ചെയ്യണ ഒരു ഓംകാരത്തിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ നോക്കണത്. അപ്പോൾ ഇവർ എല്ലാവരും പരസ്പരം കെട്ടിപ്പിടിച്ച് താഴ്ത്തിക്ക് ഇങ്ങനെ ഓംകാരം എന്നാക്കുമ്പോൾ ശരിക്കൊരു എന്ത് എനർജിയിൽ അങ്ങോട്ട് അത് കയറി പോകണമെന്ന് അറിയും. അത്രയും ഒരു മുഴക്കം പോലെയാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണെന്ന് അവർക്കറിയാം. അവർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വരുന്നതാണ് എല്ലാ കാര്യങ്ങളായിട്ട്. നമുക്കിത് നമ്മുടെ പൂർവികർ നമുക്ക് തന്നു വെച്ചിട്ട് നമ്മളത് ഫോളോ ചെയ്യണില്ല. അപ്പോൾ എത്ര ക്ഷേത്രങ്ങളായി ഇപ്പോൾ? ഇത് 80 അല്ലേ? ഓ, ഇതിപ്പോൾ ഇത്ര ഈ ഒരു ഭാഗം ആകുമ്പോഴത്തേക്ക് 80 ക്ഷേത്രങ്ങളും കഴിഞ്ഞു. എല്ലാവരും നിയോഗമുള്ളവരെന്തായാലും ഇറങ്ങും. പിന്നെ ഇത് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അനുഭവിച്ചറിയേണ്ട ഒരു സംഗതിയാണ്. അത് ഇപ്പം എനിക്ക് ഉണ്ടാവുന്ന അനുഭവം ഇല്ല, സ്വാമിക്ക് ഉണ്ടാവുക. അപ്പോൾ ഓരോരുത്തർക്ക് വ്യത്യസ്ത രീതിയിലേക്ക് ഉണ്ടാവുക. അപ്പോൾ അതിൽ അനുഭവിച്ച് അതിൻ്റെ രുചി നുകർന്ന് അതിൻ്റെ രുചി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമായിരിക്കും.